വളരെ ക്രിസ്പി ആയിട്ടുള്ളതും എന്നാൽ വളരെ ഈസി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഇന്നത്തേത്, ഒണിയൻ റിങ്സ്. അപ്പോൾ ഈ കറുമുറ എന്നുള്ള ഒണിയൻ റിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒണിയൻ റിങ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സവാള ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഈ ഒരു 4 ഇഞ്ച് കനത്തിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. സാധാരണ ഈ ഒണിയൻ റിങ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ റിങ്സ് മാത്രമേ എടുക്കാറുള്ളൂ. ഇപ്പോൾ ചെറുതും കൂടി എടുത്തിട്ടുണ്ട്. കാരണം കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പല സൈസിലൊക്കെ ആകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ കൂടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചെറിയ റിങ്സും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സവാളയുടെ ഓരോ റിങ്സിനെ നമുക്ക് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. സവാളയുടെ പുറം നല്ല ഓയിലി ആയിട്ടിരിക്കുന്നത് കൊണ്ട് അതിൽ നമ്മൾ മാവിലേക്ക് മുക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ മാവ് പിടിക്കില്ല. അപ്പം നമ്മളൊരു ബാറ്ററിലൊക്കെ മുക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാറ്റർ ശരിക്കും ഇതിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി വിതറിയിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുത്താലും മതി. നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസസും ഇങ്ങനെ ഒന്ന് മൈദയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസസും മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതേ സെയിം മൈദ 1/4 കപ്പ് അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ 1 ടേബിൾ സ്പൂൺ നിറച്ചുണ്ട് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലോർ നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് ഒത്തിരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി മുളക് പൊടി എടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി കൂടി ചേർത്താലും മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഏകദേശം ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. അപ്പോൾ ഒട്ടും തരിയില്ലാതെ ഈ ബാറ്ററിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3-4 ബ്രെഡ് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഓരോ ഒണിയൻ പീസസും ഈ ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഓണിയൻ പീസിനെ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഓണിയൻ പീസസും നമുക്ക് ഈ ബാറ്ററിൽ മുക്കി അതുപോലെ ബ്രെഡ് ക്രംസിൽ കവർ എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഓണിയൻ റിങ്സ് എല്ലാം ഇതേപോലെ റെഡിയാക്കി കഴിഞ്ഞു. ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കുറെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പീസസും റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. ഇനി ഈ എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്ക് ഓരോരോ റിങ്സ് ആയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോരോ ഓണിയൻ റിങ്സ് ആയിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് എണ്ണ ഇടണ്ട, അത്യാവശ്യം ഈ എണ്ണയിലെല്ലാം മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിയിലുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഈ തീ ഒരല്പം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്നാക്സിൻ്റെ ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴുള്ള ഒരു കളർ അറിയാലോ, ആ ഒരു കളറിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് നല്ല ഹാർഡാവും ഇത്. അപ്പോൾ ആ ഒരു ഫോമിലേക്ക് വരുമ്പോഴേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് 2 സൈഡും മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓണിയൻ റിങ്സ് എല്ലാം ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള ഓണിയൻ റിങ്സ് കൂടി നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.